ഹായ് ഹലോ നമസ്കാരം. ഞാനിന്ന് ഇത്തിരി ദുഃഖത്തോടെ തന്നെയാണ് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ പറയാം, നമ്മുടെ വയനാട്ടിൽ ഒരുപാട് വ്യക്തികൾ മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. സോ വ്യാജ വാർത്തകൾ കൊടുക്കാതിരിക്കുക, ഇതിൻ്റെ പേരിൽ വ്യാജമായി പിരിവ് നടത്താതിരിക്കുക. ഇത് രണ്ടും പറയാനുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഒലിവിക്ക് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ VRSനെതിരെ സംസാരിക്കുക എന്നുള്ളൊരു ഇത് പരിപാടി ഞാനിവിടെ നിർത്തുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ VRSൻ്റെ വായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇന്നലെ കൺമണി ഒരു വീഡിയോ കേട്ടിരുന്നു. കൺമണി എനിക്ക് പറയാനുള്ളത്, കൺമണി എത്രത്തോളം ഫേക്ക് കാണിക്കുന്നത് അത് വെളിയിൽ വരും. കൺമണിക്ക് എൻ്റെ പേര് പോലും പറയാൻ അറപ്പും വെറുപ്പുമാണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് വാങ്ങിച്ച പൈസ ഇത് ചെയ്യണമല്ലോ. കൺമണി ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ച ഒരേ ഒരു കാര്യം, ആ വൻകിട മുതലാളി, ഇപ്പം ഞങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് തല്ലാൻ നിൽക്കുന്ന വൻകിട മുതലാളി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്തുകൊണ്ട് റിവീൽ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ കൺമണിക്ക് മുമ്പിൽ വെക്കുന്നില്ല. ബാക്കി കിക്കിൻ്റെ ഇടപാട് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ കുറേ യൂട്യൂബേഴ്സുമായിട്ടൊക്കെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ജിനൂസിൻ്റെ വീട്ടിൽ പോയത് കണക്ക് അവർക്കെല്ലാവർക്കും ബോധ്യമായി, പലർക്കും ബോധ്യമായി, ഇവരെ പിന്തുണച്ചേ പറ്റൂ, ഇവരെ പിന്തുണച്ച് മുന്നോട്ട് പോയേ പറ്റൂ, അതില്ലെങ്കിൽ വീട്ടിൽ കയറി ആക്രമിക്കും. ഈ VRS എന്ന് പറയുന്നവരോട് മുട്ടി നിൽക്കാൻ ഒക്കില്ല. അവർ നല്ലൊരു കമ്പനിയാണ്. ഇപ്പം ഞാൻ ഗ്രാജുവലി അറിയുന്നതനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒലിവയ്ക്ക് കിട്ടാനിരുന്ന അല്ലെങ്കിൽ കുർത്തിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിലേക്ക് കുറേ വീഡിയോസ് അയച്ചു കൊടുത്ത് അവർക്ക് കിട്ടാനുള്ള ബിസിനസ് ഏകദേശം മുടക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. സോ അവരുടെ പിടിപാട് അത്രത്തോളം വലുതാണ്. അപ്പോൾ ഇവരോട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈസ് നോട്ട് പോസിബിൾ. ഇല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക്, നിങ്ങളൊക്കെ പറയുന്ന കണക്ക് ഒലിവിയെ നമുക്ക് കൊടികൾ എറിയണം. അങ്ങനെയില്ല. കുറേ സാധുക്കൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് വീഡിയോ ചെയ്തിരുന്നു. അതിലൊരു സ്ത്രീയെ കഴിഞ്ഞ വർഷം ശുനകപുത്രി എന്നും ഒക്കെ വിളിച്ചുകൊണ്ട് പുറത്തെ ജംഗ്ഷൻ. എൻ്റെ ബ്രോ, നിങ്ങൾക്ക് വായടപ്പിക്കാൻ മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ അത്രയും ഉയർന്നു വരാനും പറ്റുന്നില്ല. വന്നിരുന്നു, അങ്ങനെ സംസാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിക്കണം എന്നുള്ളത് കൊണ്ടും കുടുംബം ഉള്ളത് കൊണ്ടും നമുക്ക് ഇതിനകത്ത് അധികം സംസാരിക്കാൻ കഴിയില്ല. വീട് കയറി ആക്രമണം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. VRS എന്ന് പറയുന്നൊരു കമ്പനിയോടൊപ്പം താത്ത എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നു എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ താത്തയ്ക്കെതിരെ ഞാൻ എന്തിനും മൊഴി കൊടുത്തു. എൻ്റെ വീട്ടിൽ കയറി ഒരു അക്രമം കാണിച്ചതിനെതിരെയാണ് ഞാൻ അവിടെ മൊഴി കൊടുത്തത്. സോ അതും കൂടെ അവർ ഇത് ചെയ്തു. നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ഇത് ചെയ്യാത്തതുകൊണ്ട്, ഒരു ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടും ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇൻസിഡൻറ്റുകൾ പിന്നെയും ഉണ്ടായത്. ഇപ്പം ജിനൂസിനുണ്ടായ സംഭവം യൂട്യൂബിലെ ആകെ ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സംസാരിക്കേണ്ടതാണ്. ഒട്ടുമിക്ക വിഷയങ്ങളും സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് സംസാരിക്കാത്തതിന് കാരണം, ഒന്ന് VRSൻ്റെ കയ്യിലുള്ള പണം. അവരുടെ കയ്യിൽ നിറയെ പണമുണ്ട്. ഈ സ്ഥാപനം പൂട്ടാനുള്ള ആൾക്കാരുണ്ട്. കൺമണി എന്ന് പറയുന്ന വ്യക്തി പോലും VRSൻ്റെ പേര് പറയാത്തത്, അല്ലെങ്കിൽ എന്നെ അടുത്ത് വെച്ച് സംസാരിക്കുന്നത് റിയാക്ഷൻ പേടിച്ചിട്ടോ അല്ല, ഇതൊന്നും അല്ല. അവരൊരുപാട് കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ഒലിവിയുടെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ പിന്നെ ഇവർ പറയുന്നിട്ട് വിജിരാജൻ അല്ലെങ്കിൽ ഗിരിരാജൻ, എൻ്റെ പുതിയ പേരാണ്, ഗിരിരാജൻ ഇതേ കണക്ക് കുട്ടികളുടെ വിഷയങ്ങൾ കേൾക്കണമെന്ന്. ഞാൻ 4ഓളം കുട്ടികളുടെ വിഷയങ്ങൾ കേട്ട് അവരുടെ പൈസ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മൊബൈൽ ഫോണും വാങ്ങിച്ചു കൊടുത്ത ഒരാളാണ്. പിന്നെ ചോദിക്കുന്ന പൈസ, നിങ്ങൾ ഓൾറെഡി കേസിന് പോയ ഒരു വിഷയത്തിൽ ഈ ഒത്തുതീർപ്പ് ചർച്ച എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനകത്ത് നിങ്ങൾ പോകുകയാണെങ്കിൽ കേസ് പിൻവലിച്ച് പണം വാങ്ങിച്ചു കൊടുക്കുന്നൊരു ഇതുണ്ട്. അപ്പം ഓൾറെഡി കേസിലിരിക്കുന്ന വിഷയത്തിൽ അവർ പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടും അവർ പണം കൊടുക്കേണ്ടി വരും. ഇത് കോമൺ സെൻസ് ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒത്തുതീർപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ സഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി ഈ VRSലെ സ്ത്രീയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു കേസ് സിബിക്കെതിരെ കൊടുത്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ലൈംഗികാരോപണങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ എനിക്കിതുവരെ എതിർക്കാൻ കഴിയില്ല. കാര്യം എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന കാണാൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ തെറി പറയുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് മാത്രം എനിക്കിവരാരും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ചെയ്തേനെ. അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉലിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതവർ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ അത് കാരണം അവരെ പൂട്ടിക്കണമെന്ന് മറ്റൊരു കമ്പനി വിചാരിക്കുമ്പോൾ, പിന്നെ സുനിത ഇന്നലെ എന്നോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, സുനിതയ്ക്ക് പൈസ തന്നതിൻ്റെ എവിഡൻസ് ഉണ്ടോന്ന്. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ എനിക്ക് പൈസ തന്നു, ഒലിവിയ പൈസ തന്നു. പൈസ തന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു 10K ഉള്ളൊരു ചാനലിന് വേണ്ടി ഒരു പൈസ തരേണ്ട ആവശ്യമില്ല, ബുദ്ധി മതി. അപ്പം ഞാനിവരോട് പറയുന്നത്, സുനിതയുടെ പറയുന്നത്, സുനിതയുടെ കൂടെ ഉള്ളവരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരൊക്കെ കണ്ടോ എനിക്ക് പൈസ തരുന്നത്. സുനിത ആ വീട്ടിൽ പോയിരുന്നു, ഞാൻ അറിഞ്ഞ കാര്യം പറയാം. സുനിത ആ വീട്ടിൽ പോയിരുന്നു. ഇത്രയും കുറച്ച് ഇതിന് നിങ്ങൾ കസ്റ്റമൈസിന് ഇത് കൊടുക്കുന്നില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവരോട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ തുണിയെടുത്ത് ഇവിടെ പാവങ്ങൾക്ക് പൈസ കുറച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തുള്ള സംരംഭകർ വളരാത്തത് എന്നാണ് നിങ്ങൾ പറഞ്ഞ് അവരോട് യുദ്ധം ചെയ്തത്. ഈ ഒരു ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അല്ല സുനിത പണം വാങ്ങുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം നിങ്ങളുടെ കീഴിലുള്ള, പിന്നെ കൺമണി പണം വാങ്ങുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കൺമണി ഇത്രയും വലിയ ഒരു മുതലാളിയുടെ കീഴിൽ ഒരു ഗ്രൂപ്പിൽ പോയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ കൺമണിക്ക് വരെ അറിയില്ല. കൺമണി വേറെ കാര്യം കൂടെ ഉണ്ട്. ഞാൻ കൺമണിക്ക് VRSൻ്റെ കാര്യം അയച്ചപ്പോൾ തന്നെ കൺമണി ആദ്യം ചെയ്ത് VRSന് ഇത് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് VRSനെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിച്ചു, എൻ്റെ നമ്പർ എടുത്ത് വിളിപ്പിച്ചു. താത്തയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി അവരെന്നെ ചീത്ത വിളിച്ചു, ഭീഷണിപ്പെടുത്തി. സോ ഇതൊക്കെയാണ് ലീഗലായിട്ട് ഒരു ആക്ഷനും പോകുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതേ കാര്യം ഇപ്പോൾ VRSനെതിരെ 1-2 വീഡിയോ വന്നപ്പോൾ VRS ഇത്രയും പൊട്ടിത്തെറിച്ചുവെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം ഒലിവിയുടെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ കൊച്ചിൻ്റെ ഭാവി ഓർത്ത് വരെ ഇവിടെ ആൾക്കാർ വ്യാജലപ്പെടുന്നുണ്ടായിരുന്നു. അവരെ വരെ കാമിച്ചു. ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ചാനലുകളുണ്ട്. അയാളുടെ ആ കുഞ്ഞിൻ്റെ ഭാവിയെ ഓർത്ത് കരയുന്നത്, അവരുടെ കുടുംബ വിഷയങ്ങൾ, എന്താ പറയുന്നത്, അവരെങ്ങനെ കല്യാണം കഴിച്ചു, അവരെങ്ങനെ ജീവിച്ചു, അവരുടെ കുറേ വർഷങ്ങളൊക്കെ തപ്പിപ്പോയവരുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഒലിവിയ എന്തോരം കാണിക്കണമായിരുന്നു അല്ലേ. സോ എന്തായാലും എനിക്കിപ്പം ഒലിവിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബെസ്റ്റ് ഓഫ് ലക്ക് ഒലിവിയ. നിങ്ങളിത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരിക, ലീഗലായിട്ട് തന്നെ. പറയുന്നവർ പറയും. ഒരു സംരംഭക എന്നുള്ള രീതിയിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ ഒരു ഇഷ്യൂവിൽ ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. സോ ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എനിക്ക് VRS എന്ന് പറയുന്ന വൻകിട കമ്പനിയോട് മുട്ടി ജയിക്കാനുള്ള ശക്തിയില്ല. ഓക്കെ, താത്തയെ പോലെ ഗുണ്ടായിസം കാണിക്കാൻ എനിക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ, എനിക്കൊരു കുടുംബം ഇല്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചേനെ. സോ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സുമായിട്ട് സംസാരിച്ചു, ഈ വിഷയത്തെപ്പറ്റി എവിഡൻസ് കൊടുത്തു, ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റി ചോദിച്ചു. അവരെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്, വീട്ടിൽ കയറി തല്ലുക, ഇവർ നേരിട്ട് ഇത് ചെയ്യില്ല, പിന്നെ ആത്മഹത്യ ഭീഷണി മുഴക്കുക. ഇതിന് മുമ്പ് VRSൽ വർക്ക് ചെയ്തിരുന്ന കുട്ടികൾ, എൻ്റെ പഴയ കമൻറ്റ് ബോക്സിൽ, ഞാൻ നുണ പറയുമല്ലോ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വന്ന് നോക്കാം, 200 രൂപ പത്രത്തിൽ എഴുതി വെപ്പിച്ചിട്ട് അവരെ ജോലിക്ക് വിട്ട് പൈസ പോലും കൊടുക്കാതെ വിട്ട കുട്ടികൾ വരെ ഉണ്ട്. അടിപിടി വീട്ടിൽ കയറി VRS എന്ന് പറയുന്ന സ്ത്രീ ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ, ഇവർക്കെതിരെ ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു പയ്യനെ വീട്ടിൽ കയറി തല്ലിയ കേസ് വരെ ഉണ്ട്. സോ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, മനസ്സിലായില്ലേ. റിയാക്ഷൻ വീഡിയോ എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല. സോ ഞാൻ എന്തായാലും താത്തയോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാര്യം ജീവിക്കണമല്ലോ, ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഫാമിലിക്കും അതാണ് ആവശ്യം, ജിനൂസിൻ്റെ ഫാമിലിക്കായാലും അതാണ് ആവശ്യം. ജിനൂസിൻ്റെ അടുത്ത വീഡിയോ വരും, തെറ്റ് പറ്റിയെന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ജിനൂസും വരും. ബിക്കോസ് വേറൊന്നുമല്ല, VRSനോട്, ഒലിവിയയ്ക്ക് വേണ്ടി VRSനോട് മുട്ടി നിന്ന് ജയിക്കാൻ ഞങ്ങൾ ആളല്ല. അതിനുള്ള പണമില്ല, അതിന് ഇതില്ല, ശേഷിയില്ല, ഒന്നുമില്ല. സോ ഇത്ര എനിക്ക് പറയുള്ളത്. അതുകൊണ്ട് തന്നെ ചില തോൽവികൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാകുമ്പോൾ, നമുക്ക് വേണ്ടിയാകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയാകുമ്പോൾ അതിനൊരു സുഖമുണ്ട്. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. പിന്നെ താത്തയുടെ കേസിൽ ഞാൻ പറയാം, ഞാൻ താത്തയെ ഒരിടത്ത് ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത്. താത്ത കഴിഞ്ഞ ദിവസം
സുനിതയുടെ വിഷയത്തിൽ എനിക്കെതിരെ അവരുടെ കൂടെ പോയി വീഡിയോ എന്ന് പറഞ്ഞേ പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൂടെ നിന്ന് ചതിച്ചത് അവരാണ്, ഞാനല്ല. ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടു, എനിക്ക് ഒലിവയുടെ വിഷയത്തിൽ എനിക്ക് ഒരു ശരി തോന്നിയിട്ടുണ്ട്. ആ ശരിക്കൊപ്പം ഞാൻ പോയി. കാര്യം അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ അവരെ ഇതേ കണക്ക് അവരുടെ വീട്ടുകാര്യങ്ങൾ, അവരുടെ വണ്ടിയുടെ ലൈസൻസ്, വണ്ടിയുടെ പൊല്യൂഷൻ, ഇതൊക്കെ നോക്കി അവരെ ഇല്ലാതാക്കണമെന്നൊന്നും അതിനോട് എനിക്ക് യോജിപ്പില്ല, അതിനെ കൂട്ടു നിൽക്കുകയോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് താത്തയോടെ ഞാൻ സംസാരിച്ചത്. പക്ഷേ പിന്നീട് നിങ്ങൾക്കുണ്ടായ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ജിനൂസിൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ അടുത്ത എൻ്റെ വീട്ടിൽ വന്നായിരുന്നു മേളങ്ങൾ. എനിക്ക് എൻ്റെ വീട്ടിൽ ഇതേ കണക്കൊന്നും മനസ്സിലായില്ല, തിരിച്ചടിക്കാൻ ആൾക്കാരില്ല. ഞാൻ കാര്യം ബിക്കോസ് ഞാൻ ഇപ്പോൾ ഒരു വർഷമായതേ ഉള്ളൂ. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറിയിട്ട് ഇവിടെ എനിക്ക് യൂട്യൂബ്, സത്യം പറഞ്ഞാൽ ഈ ഗ്രാമപ്രദേശമാണ്, ഇവിടെ യൂട്യൂബ് എന്താണെന്ന് അറിയുന്ന ജനങ്ങൾ വളരെ ചുരുക്കമാണ്. അവർക്ക് ഞാൻ സ്ത്രീയെ മോശം പറഞ്ഞു, അവർ മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വൾഗറായിട്ട് തോന്നും, മനസ്സിലായില്ലേ? കാര്യം ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായുള്ളെങ്കിലും ഞാൻ ജനിച്ച സ്ഥലത്ത് ഞാൻ മറ്റു സ്ത്രീകളെ മോശം പറയുന്ന ഒരാളല്ല. പിന്നെ ഒരുപാട് ടോക്സിസിറ്റി അനുഭവിച്ചു. ഇപ്പോൾ എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഇന്ന് ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. VRസിനെതിരെ ഇട്ടതിനകത്ത് ഞാൻ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരവില്ല. പിന്നെ അവർ തന്നെ ഇവിടെ പലയിടത്തും എക്സ്പ്ലോർ ആയിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് ഒരു ഗുണമുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഫലമായിട്ട് അങ്ങനൊരു ഗുണമുണ്ടായി. ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർ വില കുറച്ച് കസ്റ്റമറിന്, അതായത് സാധാരണക്കാർക്ക് സാധനം കൊടുക്കുന്നതാണ് ഇവരുടെ ഇറിറ്റേഷൻ എന്നും അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ സംരംഭകരെ ഇല്ലാതാക്കുമെന്ന് ഒലീവിയ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ, എനിക്കൊരു സംശയം ബാലൻസാണ്, എന്തുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്? കേരളത്തിൽ നിന്ന് ഇത്ര കൊള്ള ലാഭത്തിൽ കൊടുത്താൽ മാത്രമേ ലാഭമാവുകയുള്ളൂ എന്നറിയില്ല. പിന്നെ നിങ്ങളിതിന് ചെയ്തില്ലേലും ഇല്ലെങ്കിലും ആൾക്കാർ പോയി സ്ഥലത്തും ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും, അവരെ ഇല്ലാതാക്കും. ഏറ്റവും കുറച്ച് പൈസയ്ക്ക് കസ്റ്റമർക്ക് സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് ഒലിവിയ ചെയ്ത തെറ്റ്. അത് ഇവിടുത്തെ ഒരു കൂട്ടം സംരംഭകർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പം സുനിതയായാലും അതുപോലെ തന്നെ, സുനിത എന്ന് പറഞ്ഞാൽ നമ്മുടെ തനിജയുടെ പ്രൊഡക്റ്റ് വയ്ക്കുന്ന അവർക്കായാലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ VRസിനായാലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. സോ ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. ബിക്കോസ് എനിക്ക് നിങ്ങളോട് മുട്ടി നിന്ന് ജയിക്കാനുള്ള കെൽപ്പില്ല, ആരോഗ്യമില്ല, ഗുണ്ടകളില്ല, സാമ്പത്തികമായിട്ടുള്ള ഇതില്ല. എല്ലാം എൻ്റെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നെ കാണുന്നവർക്ക് അറിയാം. ഞാൻ സാമ്പത്തികമായിട്ട് അത്ര വലിയ മുന്നോട്ടുള്ള ഒരാളല്ല. പിന്നെ ഇത് വെച്ചേക്കുന്നത് ചിലപ്പോൾ ഇമോഷണൽ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചാണ്. സോ ഈ വീഡിയോയിൽ എന്തായാലും ഇമോഷണൽ ആയില്ല. സോ താങ്ക് യു ഓൾ. പിന്നെ എനിക്ക് വേറൊരു സിസ്റ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത നിങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ ശുനകൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീഡിയോ ചെയ്തു. അടുത്ത വീഡിയോയിൽ നിങ്ങളെ വേശ്യാന്ന് വിളിക്കും, നിങ്ങളെ ഇതാക്കും. ഇവിടെ ഇങ്ങനെയാണ്, കേരളത്തിൽ ഇങ്ങനെയാണ് യൂട്യൂബ്, കൊട്ടേഷനാണ്. ആ കൊട്ടേഷനിൽ അവരെ നമുക്ക് ഒന്നും പറയാൻ പാടില്ല, തിരിച്ചെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുക. പിന്നെ കൺമണിയെപ്പോലുള്ളവർ എന്നും നന്മപരമായിട്ട് തന്നെ വാഴട്ടെ. സോ ബിഗ് ബോസ് നിങ്ങൾക്ക് കിട്ടട്ടെ, നിങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും കൂടുതൽ ഫേക്കുകൾ ഹീറോകളാവുന്നൊരു ഷോയാണ്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുന്നൊരു ഹീറോകളാവുന്നൊരു ഷോയാണ് സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളും കൂടെ എത്തട്ടെ, നിങ്ങൾ വിജയിക്കട്ടെ. ഇതുപോലുള്ള ഉടായിപ്പ ആൾക്കാർ മാത്രം മുന്നോട്ട് പോകട്ടെ. കാര്യമായിട്ട് ഒരു കാര്യത്തെ റിയാക്ട് ചെയ്ത് പോകുന്ന ആൾക്കാർ തോൽക്കും. വേറൊന്നുമല്ല, അവർക്ക് ഫാമിലി ഉണ്ട്, അവരുടെ സ്നേഹത്തിന് മുമ്പിലെങ്കിലും തോറ്റേ പറ്റൂ. അല്ലാതെ ഇവരുടെ മുമ്പിൽ ഒരിക്കലും തോക്കില്ല, തോക്കാനുള്ള മനസ്സുമില്ല. ഈ ഫാമിലി എന്ന് പറയുന്നൊരു സാധനം ഇല്ലാണെങ്കിൽ ഞാൻ അവസാനം വരെ ഫൈറ്റ് ചെയ്തേനെ. സോ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. സോ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. എന്നോട് ക്ഷമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഈ ഒരു വിഷയത്തിൽ എനിക്കിനി ഒരു വീഡിയോ ഇടാക്കാൻ നടക്കില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോ എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല. ഇത്രയൊക്കെ പറയുള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.